Yo, what's up guys? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിപ്പയർ ലെവൽ വീഡിയോ ആയിട്ടാണ്. റിപ്പയർ ലെവൽ വീഡിയോ എന്ന് പറയുമ്പോൾ വലിയ സംഭവം റിപ്പയർ ഒന്നുമല്ല. എൻ്റെ അടുത്ത് ഒരു പഴയൊരു പവർ ബാങ്ക് ഉണ്ട്. ഒരു 4000 mAh പവർ ബാങ്കാണ്. ഏതോ ഒരു സൈറ്റ് വഴി ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതെന്താണെന്ന് കുറച്ച് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. എന്തായാലും ഇനി പ്രളയവും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു പവർ ബാങ്കിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും ഇതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. പൊട്ടിത്തെറിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് പവർ ബാങ്ക്. സെബ്രോണിക്സിൻ്റെ ഒരു ഫ്രീ കിട്ടിയ പവർ ബാങ്കാണ്. 4000 mAh പവർ ബാങ്കാണ്. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാറ്ററി പോയതാണെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബാറ്ററി ടൈപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 2000 mAh 2 ബാറ്ററി, 4000 mAh ആണ്. ഇത് പോയ ബാറ്ററിയാണ് കേട്ടോ, സംഭവം അടിച്ചു പോയ ബാറ്ററിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ ബോർഡ്. ഈ ബോർഡ് ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാറ്ററി അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. പക്ഷേ പകരം ഇടുന്നത് ഈ ടൈപ്പ് ബാറ്ററി ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ബാറ്ററിയാണ് നമ്മൾ ഇന്ന് അതിൽ ഫിറ്റ് ചെയ്യാൻ പോകണം. ഇതിൻ്റെ പവർ റേറ്റിംഗ് എത്രയാണോ, വോൾട്ട് എത്രയാണോ, പോസിറ്റീവ് നെഗറ്റീവ് പോലും കണ്ടിട്ട് പിടിയിട്ടില്ല. പോസിറ്റീവ് ഇതാണ്, നെഗറ്റീവ് ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ പവർ എത്രത്തോളം പവറാണെന്നറിയത്. ആകെ മൊത്തം ഒരു പുകയാണ് ഇപ്പോൾ ഈ റൂമിനകത്ത് ഇത് കത്തിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നോക്കാം. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് അറിയാൻ ഒരു പവർ LED വെച്ച് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓഹ് നമ്മ എന്താ പവർ. അപ്പോൾ ഇത് തന്നെയാണ് പോസിറ്റീവ്, വലുത് തന്നെയാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബാറ്ററി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡ്. ഇത് നമ്മളിതിലേക്ക് സോൾഡർ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ആ കേസിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ഇത് സോൾഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് സോൾഡർ ചെയ്തു. ഇത് ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് കത്തിയൊക്കെയുണ്ട്. ഇനി സ്വിച്ച് ഒന്ന് ഞെക്കി നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം സക്സസ്ഫുള്ളാണ്. എന്തായാലും പൊട്ടിത്തെറിച്ചില്ല. ഓക്കെ, അപ്പോൾ എന്തോ ഭാഗ്യം, ഒന്നും പൊട്ടിത്തെറിച്ചില്ല. അപ്പോൾ ഇനി ഇത് നമുക്കിതിൻ്റെ കേസിങ്ങിനുള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ച് എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്കൊരു ഫോണ് കുത്തിയിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോൺ തന്നെ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എന്താ ഫോണ് ദൈവമേ ഒന്നും പറ്റല്ലേ. ഓക്കെ, ആഹാ ചാർജ് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ കേസ് ഈ പവർ ബാങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഒന്നും പൊട്ടിത്തെറിച്ചില്ല. അപ്പോൾ ഇത് വലിയ പവറൊന്നും ഉണ്ടാവില്ല. 4000-5000 mAh തന്നെ പവർ ഉണ്ടാവുള്ളൂ. വലിയ യൂസൊന്നും വരില്ല. പക്ഷേ യൂസ് വരുന്ന സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. മഴക്കാലം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില നല്ലപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടി ജസ്റ്റ് ഒരു റിപ്പയർ ലെവൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ലെവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.